ഹോ 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 ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്യൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം. യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പരമാനന്ദമാധവം സർവവേദാന്തസിദ്ധാന്ത ഗോചരം തമഗോചരം ഗോവിന്ദം പരമാനന്ദം സദ്ഗുരും പ്രണതോസ്മ്യഹം. സദ്ഗുരും പ്രണതോസ്മ്യഹം. നമ്മൾ ഇന്നലെ 357 വരെ കണ്ടു അല്ലേ? അതായത് ഒരു പറയുന്നത് ആവർത്തിച്ച് പറയുന്നവരൊന്നും മുക്തരാകണമെന്നില്ല. മുക്തി നേടണമോ എന്താ വേണ്ടത്? പ്രവിലാപ്യ ബാഹ്യം ചിതാത്മനി ശ്രോത്രാദി ചേതസ്വമഹം ചിതാത്മനി പ്രവിലാപ്യ. എല്ലാ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും ഒക്കെ ചിതാത്മാവിൽ പൂർണ്ണമായിട്ടും വിലയം പ്രാപിപ്പിക്കുക അല്ലെങ്കിൽ ലയിപ്പിക്കുക. അങ്ങനെയുള്ളവർ എങ്ങനെ സമാഹിത എന്നവിടെ പറഞ്ഞിരിക്കുന്നത് വളരെ ഉത്സാഹത്തോടു കൂടി, അല്ലാതെ വിരസമായിട്ടോ ഒന്നുമല്ല, വളരെ ഉത്സാഹത്തോടു കൂടി അതിനായിക്കൊണ്ടിട്ട് ശ്രമിച്ച് അത് നേടിയവരാണ് മുക്തരായിട്ടുള്ളവർ, അല്ലാതെ അന്യരല്ല എന്ന് പറഞ്ഞു. ഇനി അടുത്ത ശ്ലോകം നോക്കാം. ഉപാധിഭേദാത് സ്വയമേവ ഭിദ്യത്തെ ചോപാദ്യപോഹേ സ്വയമേവ കേവലഃ തസ്മാദുപാധേർ വിലയായ വിദ്വാൻ വസേത് സദാ കൽപസമാധിനിഷ്ഠയാ. ഉപാധിഭേദാത് സ്വയമേവ ഭിദ്യത്തെ ച ഉപാദ്യപോഹേ സ്വയമേവ കേവലഃ തസ്മാദുപാധേർ വിലയായ വിദ്വാൻ വസേത് സദാ കൽപ സമാധിനിഷ്ഠയാ. ഉപാധിഭേദാത്, ഉപാധി എന്ന് വെച്ചാലോ വിവിധ തരത്തിലുള്ള നാമം, രൂപം, ഇന്ദ്രിയങ്ങൾ, പ്രാണങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ഉപാധികളുണ്ട് അല്ലേ? അതിൽ സ്വയമേവ ഭിദ്യതേ, ഈ ഉപാധിയുടെ പലതരത്തിലുള്ള ഉപാധിയാൽ പലതായിട്ട് പ്രത്യക്ഷപ്പെടുന്നു. ഉപാധി അപോഹേ, എപ്പോഴാണ് ഉപാധി മാറുന്നത്? അപോഹേ ഇല്ലാതാകുന്നത്, അല്ലെങ്കിൽ ഉപാധിയായിട്ടുള്ള താതാത്മ്യം ഇല്ലാതാകുന്നത്. സ്വയമേവ കേവലഃ, അപ്പോഴോ കേവല സ്വരൂപമായിട്ടുള്ള ഏകമായിട്ടുള്ള ആത്മതത്വം മാത്രം അവശേഷിക്കുന്നു. ഉപാധി എന്നുള്ള വാക്ക് നമ്മൾ പല പ്രാവശ്യം കണ്ടതാണ്. ഉപസമീപേ സ്ഥിത്വ സ്വീയാൻ ഗുണാൻ ഓർ സ്വീയം രൂപം അന്യത്ര ആദദാതി ഇത് ഉപാധി എന്നൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ? കുറച്ചുകൂടി ഒരു 50 ശ്ലോകങ്ങൾക്ക് മുമ്പായിക്കൊണ്ടിട്ട് നമ്മൾ കണ്ടതാണ്. എന്താ ഉപാധി എന്ന് വെച്ചിട്ടുണ്ടല്ലോ അവിടെ പറഞ്ഞിരുന്നു അല്ലേ? ഒരു ചെമ്പരത്തിപ്പൂവിൻ്റെ അടുത്ത് അല്ലെ, ഒരു പ്രസത്തിൻ്റെ അടുത്ത് ഒരു ചെമ്പരത്തിപ്പൂ കൊണ്ട് വെച്ചിട്ടുണ്ട് എങ്കിൽ ആ പ്രസത്തിന് യാതൊരു വിധത്തിലുള്ള മാറ്റവും ഇല്ലാതെ ചുമന്ന കളർ ഈ ചെമ്പരത്തിപ്പൂ കൊടുക്കും അല്ലേ? ഒരു തരത്തിലുള്ള മാറ്റവും ആ പ്രസത്തിന് സ്ഫടികത്തിന് സംഭവിക്കുന്നില്ല. അപ്പം അടുത്തിരുന്ന് ഒരു മാറ്റവും വരുത്താതെ ഗുണങ്ങളെ ആരോപിക്കുകയാണ്. അതാണ് ഉപാധി ചെയ്യുന്നത്. ഇപ്പം കാണുന്നു, നാനാത്വം ഇവിടെ കാണുന്നു, പല ഉപാധി ഭേദം കൊണ്ട് നാനാത്വം കാണുന്നു. അത് സത്യമല്ല, ഉപാധിയാലാണ് ആ ഭേദം മുഴുവനും. ഇനിയോ സമാധിനിഷ്ഠ കൈവരിച്ചിട്ടുണ്ട് എങ്കിൽ ഉപാധി ലയവും സംഭവിക്കും. ഉപാധി വിലയം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അക്ഷരാർത്ഥത്തിൽ ഒരു തോക്കെടുത്തുകൊണ്ട് വന്നിട്ട് അല്ലെങ്കിൽ ഇതിനെ അങ്ങ് തീർക്കുക, ഈ ശരീരത്തെ അങ്ങോട്ട് തീർക്കുക, അതൊന്നും അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. സത്യം ഒന്നാണ്, ആ ഒന്നിൽ പലതായിട്ട്
തോന്നുന്നതാണ് ഈ കാണുന്നതെല്ലാം. ഈ ജ്ഞാനം തന്നെ വിലയം. ഇതിലൊരു സത്യത്വവും കൊടുക്കാതിരിക്കുക. ഈ കാണുന്നത് പലതായി കാണുന്നത് ഉപാധി ഭേദത്താലാണ്. ഈ ഉപാധിയുമായിട്ട് താതാത്മ്യപ്പെട്ടിട്ട് ഞാൻ ഉപാധിയാണ് എന്ന് പറഞ്ഞ് ഉള്ള ആ ഇരിപ്പുണ്ടല്ലോ, താതാത്മ്യം കൊണ്ട്, ആ താതാത്മ്യത്തിൻ്റെ വിലയമാണ്, ആ താതാത്മ്യത്തിൻ്റെ നാശമാണ് ഇവിടെ ഉപാധി വിലയം. ഉപാധി എവിടെ അപോഹാത് ഉപാധി അപോഹേ ഉപാധി നശിക്കുമ്പോൾ, അല്ലെങ്കിൽ അത് മാറ്റിയിട്ടുണ്ട് എങ്കിൽ ഇപ്പം സത്യം ഒന്നാണ് എന്നുള്ള ആ അണ്ടർസ്റ്റാൻഡിങ് ആണ് ഉപാധിലയം എന്നൊക്കെ ഉള്ളത്. അതായത് ആഭരണങ്ങളെല്ലാം സ്വർണ്ണമാണ് എന്നുള്ള ജ്ഞാനം. അവിടെ ആഭരണങ്ങളെല്ലാം ഒരുക്കി ഒരൊറ്റ സ്വർണ്ണ കട്ടയാക്കി വെച്ചാൽ മാത്രമേ ആ ജ്ഞാനം ഉണ്ടാകൂ എന്നൊന്നുമില്ല. ഇതെല്ലാം സ്വർണ്ണമാണ്, ഈ ആഭരണം എല്ലാം സ്വർണ്ണമാണ് എന്നുള്ള ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം. അതിനാണ് സമാധി അഭ്യാസം. അപ്പോൾ യോഗ്യത ഉള്ളവർ ആരാണോ, ശാന്തരായിട്ടുള്ളവർ, ദാന്തരായിട്ടുള്ളവർ, ഇവയാൽ ശാന്തി, ദാന്തി, ഉപരമ, തിദിക്ഷ ഇവയെല്ലാം കൂടി പിന്നെയോ ശാസ്ത്രത്തിൽ നിന്നും ഗുരുവാക്യത്തിൽ നിന്നുമൊക്കെ ഈ ബോധം ജനിക്കും. ഈ യോഗ്യതയോടുകൂടി ശാസ്ത്രശ്രവണവും മനനവും നിധിധ്യാസനവും ഒക്കെ ചെയ്യുമ്പോഴാണ് ഈ സത്യത്വം അല്ലാത്തതിൽ, സത്യമല്ലാത്തതിൽ സത്യമാണ് എന്നുള്ള ആ ഒരു കൽപ്പനയുണ്ടല്ലോ, അതില്ലാതെയാകുന്നത്. പക്ഷേ ചിലവർക്ക് യോഗ്യത അനുസരിച്ചിട്ട് അത് എളുപ്പത്തിൽ സംഭവിക്കും. ചിലർക്ക് ഭ്രമരത്തെ പോലെ നിരന്തരം പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. ഭ്രമരത്തിൻ്റെ ഒരു ഉദാഹരണം കൊണ്ടുവരികയാണ് അടുത്ത ശ്ലോകത്തിൽ. ഒന്നുകൂടി ഈ ശ്ലോകം വായിച്ചിട്ട് അടുത്ത ശ്ലോകത്തിലേക്ക് പോവാം. ഉപാധിഭേദാത് സ്വയമേവ ഭിദ്യത്തെ ചോപാധ്യബോഹേ സ്വയമേവ കേവലഃ തസ്മാദുപാധേർ വിലയായ വിദ്വാൻ വസേത് സദാ കൽപസമാധിനിഷ്ഠയാം സദിസക്തോ നരോ യാതി സദ്ഭാവം ഹ്യേകനിഷ്ഠയാ കീടകോ ഭ്രമരം ധ്യായൻ ഭ്രമരത്വായ കൽപതേ സദിസക്തോ നരോ യാതി സദ്ഭാവം ഹ്യേകനിഷ്ഠയാ കീടകോ ഭ്രമരം ധ്യായൻ ഭ്രമരത്വായ കൽപതേ. സദിസക്തഃ നരഃ, സദ്വസ്തുവിൽ അസക്തനായിട്ടുള്ള, സദ്വസ്തുവിൽ അസക്തൻ എന്നല്ല കേട്ടോ, സക്തനായിട്ടുള്ള, ആസക്തനായിട്ടുള്ള നരൻ. സതി സക്തഃ നരഃ ഏകനിഷ്ഠയാ, ഒരേ ചിന്തയാൽ അങ്ങനെയുള്ളവൻ സദ്ഭാവം യാതി, സദ്വസ്തുവായിട്ട് ഐക്യം പ്രാപിക്കുന്നു. എങ്ങനെയുള്ളവൻ? സതി സക്തഃ നരഃ, സദ്വസ്തുവിൽ നിരന്തരം സദ്വസ്തുവായിട്ട് ഐക്യം, അല്ലെങ്കിൽ സദ്വസ്തുവിൽ നിരന്തരം ആസക്തമായിട്ടിരിക്കുന്ന ഏകനിഷ്ഠയ, അത് മാത്രമാണ് ആസക്തി. ആ ഒരു അവസ്ഥയിൽ കഴിഞ്ഞുകൂടുന്നവൻ സത്വസ്തുവുമായിട്ട് ഐക്യം പ്രാപിക്കുന്നു. എങ്ങനെ, ഏതുപോലെ എന്നൊരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കി തരികയാണ്. കീടകഃ ഭ്രമരം ധ്യായൻ ഭ്രമരത്വായ കൽപ്പതേ. പുഴു, ഈ വേട്ടാവളി എന്നാണ് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പറയുക. ഇനിയിപ്പോൾ കണ്ണൂരൊക്കെ എന്താ പറയുക എന്ന് നമുക്കറിയില്ല. വേട്ടാവളി എന്ന് പറയുന്ന ഒരുതരം വാസ്പ്, ഒരുതരം പുഴുവുണ്ട്. അതിൻ്റെ ഒരു കുത്ത് ഏറ്റിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും. ഒരു ചെറിയൊരു കുത്തു മതി, എത്ര കിലോയാണ് ഈ ദേഹമെങ്കിലും ദേഹാസകലം വേദന ഉള്ളതായിട്ട് അനുഭവപ്പെടും. കുത്തു കുട്ടിയവർക്കറിയാം. അതിൻ്റെ കൂടൊക്കെ നശിപ്പിച്ചിട്ടുണ്ടെങ്കിലാണ് മിക്കവാറും അത് കുത്തുക. ഏത് ജീവിയാണെങ്കിലും അതെ, അതിനെ നശിപ്പിക്കാൻ ചെന്ന് കഴിയുമ്പോൾ മാത്രമേ അത് നമ്മളെ ആക്രമിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അതിനെ കൊണ്ട് വലിയ പ്രശ്നമൊന്നും വരില്ല. ഈ മേശയുടെ അടിയിലോ അല്ലെങ്കിൽ ഈ മുറിയുടെയൊക്കെ ഒരു കോണിലോ ഒക്കെ ആയിട്ട് ഇതിങ്ങനെ മണ്ണ് കൊണ്ടുവന്നിട്ട് കൂടുണ്ടാക്കി വെക്കും. എന്നിട്ട് ഇതെന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതെവിടെയെങ്കിലും ഇതൊരു പുഴുവിനെ കൊണ്ടുവരും. അത് അതിൻ്റെ തന്നെ അതിൻ്റെ തന്നെ ഒരു പുഴുവാണത്. എവിടെയെങ്കിലും കിടന്നതിനൊന്നും അല്ല എടുത്തുകൊണ്ട് വരുന്നത്. എന്തായാലും ആ പുഴുവിനെ കൊണ്ടുവന്ന് അത് ആ കൂടിൻ്റെ അകത്ത് വയ്ക്കും. എന്നിട്ട് ഇത് ഒരു ചെറിയൊരു ദ്വാരം മാത്രം, ചെറിയൊരു വാതിലേ ഉള്ളൂ ആ കൂടിനായിട്ട്. എന്നിട്ട് അത് ഈ വേട്ടാവളിയെ ഇങ്ങനെ, ഈ പുഴുവിനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും. ഈ പുഴുവിനെ ഇങ്ങനെ നോക്കി, ഈ പുഴുവിന് ഒരിക്കലും അതിൽ നിന്ന് ചാടിപ്പോകാനായിട്ട് പറ്റില്ല. ഒന്നാമത് പുഴു കുഞ്ഞാണ്, രണ്ടാമത് ഏത് നേരം ഇതിങ്ങനെ കാവലിരിക്കുകയല്ലേ. പിന്നെയോ ഒന്ന് ഇറങ്ങാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുത്തങ്ങോട്ട് കൊടുക്കും.
നമ്മൾക്ക് ഇത്രയും മാത്രം വലിയ 6 അടി പൊക്കവും 100 കിലോയുമുള്ള ഒരാൾ വലഞ്ഞു പോകും ഒരു കുത്ത് കിട്ടിയിട്ടുണ്ട് എങ്കിൽ. അപ്പോൾ ആ കുഞ്ഞു പുഴുവിൻ്റെ അവസ്ഥയൊന്ന് ഓർത്തു നോക്കൂ. അപ്പോൾ ഈ അതുപോലെ അപ്പോൾ എന്ത് ചെയ്യും, ഈ പുഴു എപ്പോഴും ഈ വേട്ടാവളിയനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന് ഒരു സുപ്രഭാതത്തിൽ ആ കൂട് ഭേദിച്ച് വേട്ടാവളിയനായിട്ട് പുറത്തേക്ക് വരുന്നു. അതുപോലെ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, കീടകഃ ഭ്രമരം ധ്യായൻ ഭ്രമരത്വായ കൽപ്പതേ. ആ കീടം ഭ്രമരത്തെ ധ്യാനിച്ച് ഭ്രമരമായി തീരുന്നു. അതുപോലെ സതിസക്തഃ നരഃ ഏകനിഷ്ഠയാ സദ്ഭാവം യാതി. ഏകനിഷ്ഠയാൽ ഒരേ ചിന്തയാൽ മനസ്സിനെ ഏകാഗ്രമാക്കി അതിൽ മാത്രം ആസക്തനായി കഴിഞ്ഞുകൂടുന്നയാൾ ആ സദ്വസ്തുവുമായിട്ട് ഐക്യം പ്രാപിക്കുന്നു. ഏതുപോലെ? കീടം ഭ്രമരമായി പുറത്തു വരുന്നത് പോലെ. ഇതേ ഉദാഹരണം തന്നെയാണ് അടുത്ത ശ്ലോകത്തിലും കുറച്ചുകൂടി പറഞ്ഞു തരുന്നു. അടുത്ത ശ്ലോകത്തിൽ അതിന് മുമ്പായിട്ട് നമുക്ക് ഇതൊന്നുകൂടി വായിക്കാം. സതിസക്തോ നരോ യാതി സദ്ഭാവം ഹ്യേകനിഷ്ഠയാ കീടകോ ഭ്രമരം ധ്യായൻ ഭ്രമരത്വായ കൽപ്പതേ. ക്രിയാന്തരാസക്തിമപാസ്യ കീടകഃ ധ്യായൻ യഥാലിം ഹ്യളിഭാവമൃച്ഛതി തഥൈവ യോഗി പരമാത്മതത്വം ധ്യാത്വാ സമായാതി തദേകനിഷ്ഠയാ ക്രിയാന്തരാസക്തിമപാസ്യ കീടകോ ധ്യായൻ യഥാലിം ഹ്യളിഭാവമൃച്ഛതി തഥൈവ യോഗി പരമാത്മതത്വം ധ്യാത്വാ സമായാതി തദേകനിഷ്ഠയാ. ക്രിയാന്തരാസക്തിമപാസ്യ കീടകഃ. അപാസ്യ എന്ന് വെച്ചാലോ ഉപേക്ഷിച്ചിട്ട്. എന്തിനെ ഉപേക്ഷിച്ചിട്ട്? ക്രിയാന്തരാസക്തി, മറ്റ് ക്രിയകളോടുള്ള ആസക്തി, മറ്റ് പലതരത്തിലുള്ള ക്രിയകളോടുള്ള ആസക്തിയൊക്കെ ഉപേക്ഷിച്ചിട്ട് ധ്യാനിച്ച്, കീടത്തെ പോലെ ആ പുഴുക്കുഞ്ഞിരുന്ന് ധ്യാനിക്കുന്നുവല്ലോ, കീടം ഇരുന്ന് ധ്യാനിക്കുന്നുവല്ലോ. ആരെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്? ആ മുമ്പിൽ കാണുന്ന വേട്ടാവളിയനെ അല്ലെങ്കിൽ ഭ്രമരത്തെ. അപ്പോൾ അലിഭാവം, ആ ഭ്രമരത്തിൻ്റെ ഭാവം നേടിയെടുക്കുകയാണ് ആ കീടം. നിരന്തരം ഇതിൻ്റെ ആ കണ്ണും ആ കൊമ്പും ഒക്കെ നോക്കിയിരുന്ന് വേറൊരു ചിന്ത അതിനില്ലാണ്ടായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ നോക്കി ആ വേട്ടാവളിയൻ്റെ അല്ലെങ്കിൽ ആ ഭ്രമരത്തിൻ്റെ ഭാവം നേടുന്നു. അപ്പോൾ ഈ നിരന്തരം അങ്ങനെ നോക്കിയിരുന്നാണ് ആ പുഴുവും ഭ്രമരത്തിൻ്റെ മുഖത്തേക്ക് നിരന്തരം നോക്കിയിരുന്നിട്ടാണ് അത്. അപ്പോൾ ഈ ഭ്രമരം എല്ലാ പുഴുവിനെ ഒന്നും എടുത്തുകൊണ്ട് വരില്ല കേട്ടോ. ഭ്രമരത്തിൻ്റെ പൊട്ടൻഷ്യലുള്ള ഒരു കീടത്തെ തന്നെയാണ്. അതുപോലെ തന്നെയാണ് നമ്മളെല്ലാവരും യഥാർത്ഥത്തിൽ സച്ചിദാനന്ദ സ്വരൂപം തന്നെയാണ്. പക്ഷേ ഇപ്പോഴാ ആ ഡിവൈൻ നേച്ചർ ഒന്നും നമ്മൾക്ക് മനസ്സിലാകുന്നില്ല. എന്നിട്ടോ ഈ ഗുരു എവിടെന്നെങ്കിലുമൊക്കെ അല്ലേ നിരന്തരം ശ്രവണ മനനാദികളാൽ. അപ്പോൾ ഈ ഉദാഹരണം തീർച്ചയായിട്ടും ഇവിടെ പൂർണ്ണമായിട്ടും അനുയോജ്യമായിട്ടുള്ള ഒരു ഉദാഹരണമാണ്. ഭ്രമരത്തിൻ്റെ ആ ഒരു പൊട്ടൻഷ്യലുള്ള ഒരു കീടത്തെയാണ്, അല്ലാതെ ഒരു പാറ്റയോ എറുമ്പിനെയോ ഒന്നും അല്ല പിടിച്ചുകൊണ്ട് വന്ന് വെക്കുന്നത്. ഇതിന് കഴിയുന്ന ഭ്രമരമാകാനായിട്ട് ഭ്രമരമായി തീരാൻ യോഗ്യതയുള്ളതിനെ തന്നെയാണ് കൊണ്ടുവയ്ക്കുന്നത്. അതിൻ്റെ തന്നെ കുഞ്ഞിനെയാണ് കൊണ്ടുവയ്ക്കുന്നത്. ഉദാഹരണം അനുയോജ്യമാണെന്ന് പറയാൻ കാരണം എന്താ? ആത്യന്തികമായി നമ്മളുടെയും സ്വരൂപം ബ്രഹ്മസ്വരൂപം തന്നെയാണ്. അപ്പൊ കീടം ഭ്രമരമായി തീരുന്നത് പോലെ ഒന്നിനെ നിരന്തരം ധ്യാനിച്ച് അഹം ബ്രഹ്മാസ്മി, ഞാൻ ആ പരമമായിട്ടുള്ള സത്യമാണ്, ഇങ്ങനെ ധ്യാനിച്ച് യോഗി പരമാത്മതത്വം ധ്യാത്വാ അതായി തീരുന്നു, സമായാതി അതായി തീരുന്നു എന്ന് വെച്ചാലോ അതിൽ മുഴുകുന്നു, നിഷ്ഠ നേടുന്നു എന്നാണ് അർത്ഥം. ഒന്നുകൂടി നമുക്കിത് വായിക്കാം. ക്രിയാന്തരാസക്തിമപാസ്യ കീടകഃ ധ്യായന്തദാളിം ഹ്യളിഭാവമൃച്ഛതി തദൈവ യോഗി പരമാത്മതത്വം ധ്യാത്വാ സമായാതി തദേകനിഷ്ഠയാ.
അടുത്തത് അതീവ സൂക്ഷ്മം പരമാത്മതത്വം ന സ്ഥൂലദൃഷ്ട്യാ പ്രതിപത്തുമർഹതി സമാധിനാത്യന്ത സുസൂക്ഷ്മവൃത്യാ ജ്ഞാതവ്യമാര്യൈഃ അതിശുദ്ധബുദ്ധിഭിഃ. അതീവ സൂക്ഷ്മം പരമാത്മതത്വം ന സ്ഥൂലദൃഷ്ട്യാ പ്രതിപത്തുമർഹതി സമാധിനാത്യന്ത സുസൂക്ഷ്മവൃത്യാ ജ്ഞാതവ്യമാര്യൈര്യതി ശുദ്ധബുദ്ധിഃ ആര്യൈഃ അതിശുദ്ധബുദ്ധിഭിഃ. ഓക്കെ, അപ്പം അതീവ സൂക്ഷ്മം പരമാത്മതത്വം, അതീവ സൂക്ഷ്മമാണത്. ആ തത്വം അതീവ സൂക്ഷ്മമാണ്. കാരണം എന്താ? ഇന്ദ്രിയങ്ങൾ വളരെയധികം സ്ഥൂലമാണ്. ഈ ഇന്ദ്രിയങ്ങളെക്കാളും സ്ഥൂലമായിട്ടുള്ള ഇന്ദ്രിയങ്ങളെ അപേക്ഷിച്ച് മനസ്സ് സൂക്ഷ്മമാണ്. മനസ്സിനെ അപേക്ഷിച്ച് ആ മനസ്സിനെയും ഭരിക്കുന്ന ബുദ്ധി സൂക്ഷ്മമാണ്. ബുദ്ധിയെ വെച്ച് നോക്കുമ്പോൾ വ്യഷ്ടി ബുദ്ധിയെക്കാളും സൂക്ഷ്മമാണ് സമഷ്ടി ബുദ്ധി എന്നുള്ളത്. അപ്പോൾ സമഷ്ടി ബുദ്ധിയെക്കാളും സൂക്ഷ്മമാണ് അവ്യക്തം, അവ്യക്താത് പരം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഗീതയിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പം ഇതിൻ്റെ സൂക്ഷ്മത എന്നുള്ളത് വ്യാപ്തത്താൽ ആണ്. അസ്പർശം, അശബ്ദം, അരൂപം ഇങ്ങനെയൊക്കെയുള്ള ആ തത്വം അത് അന്തരാത്മാവാണ്. സൂക്ഷ്മമാണത്, വ്യാപ്തമാണത്, അത് അന്തരാത്മാവാണ്, വിശേഷണരഹിതമാണത്. സ്ഥൂല ദൃഷ്ടിയെ കാണാനായിക്കൊണ്ടിട്ട് സാധിക്കില്ല. പിന്നെ എങ്ങനെ അറിയാൻ സാധിക്കുക? സമാധിന അത്യന്ത സുസൂക്ഷ്മവൃത്തിയ, ബുദ്ധിയെ വളരെയധികം അഗ്രയാ സുസൂക്ഷ്മ ബുദ്ധി വേണം അതിനായിക്കൊണ്ടിട്ട് അല്ലേ. സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് അറിയണമെങ്കിൽ ശാസ്ത്ര തത്വങ്ങളൊക്കെ, ഇനിയിപ്പോൾ വേദാന്ത ശാസ്ത്ര തത്വങ്ങൾ വേണ്ട, മറ്റുള്ള ഭൗതികമായിട്ടുള്ള ശാസ്ത്ര തത്വങ്ങളൊക്കെ ഐൻസ്റ്റീൻ്റെയൊക്കെ പലതരത്തിലുള്ള തിയറിയൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ബുദ്ധി വളരെയധികം സൂക്ഷ്മമായി തീരണം. സൂക്ഷ്മമായിട്ടുള്ള ബുദ്ധിയാണ്. അപ്പോൾ ഈ തത്വത്തെ അതിനും എന്താ ഇന്നറായിട്ടുള്ള അല്ലെങ്കിൽ അധിഷ്ഠാനമായിട്ടുള്ള ആ തത്വത്തെ മനസ്സിലാക്കണമെങ്കിൽ അത്യന്തം സൂക്ഷ്മ ബുദ്ധി വേണം. സമാധി അഭ്യാസത്താലാണ് ബുദ്ധി അത്യന്തം സൂക്ഷ്മമായി തീരുന്നത്. സൂക്ഷ്മയാ സൂക്ഷ്മദർശിഭിഹി ആര്യൈഹി, കുലീനരായിട്ടുള്ളവര്, പൂർണ്ണ വിശുദ്ധി നേടിയിട്ടുള്ളവർ, പൂർണ്ണമായിട്ടുള്ള സൂക്ഷ്മത. ഈ സൂക്ഷ്മത എന്നൊക്കെ പറയുമ്പോഴോ ക്ലാരിറ്റി വേണം, ക്ലാരിറ്റി ഓഫ് നോളജ് അല്ലെങ്കിൽ ക്ലാരിറ്റി ഓഫ് വിഷൻ. അതോടൊപ്പം തന്നെ മനസ്സിൻ്റെ ശുദ്ധിയും, ചിത്ത ഏകാഗ്രത, ചിത്തശുദ്ധി, ബുദ്ധിയുടെ സൂക്ഷ്മത, ഏകാഗ്ര ബുദ്ധി, ഇതൊക്കെ കൊണ്ട് നിരന്തരമായിട്ടുള്ള ധ്യാനം. ചിദാനന്ദ രൂപമാണ് ഞാൻ, പരമാത്മസ്വരൂപം, നിത്യ ശുദ്ധ ബുദ്ധ മുക്ത സ്വരൂപമാണ്. ഇങ്ങനെയൊക്കെയുള്ള നിരന്തര ധ്യാനത്താലാണ് ധ്യാത്വാ സമായാതി തദ്ദേകനിഷ്ഠയ, ആ ഏകനിഷ്ഠ നേടാനായിട്ട് സാധിക്കുക നിരന്തര ധ്യാനത്താൽ. അപ്പോൾ എന്താ വേണ്ടത്? അത്യന്ത സൂക്ഷ്മബുദ്ധി, സമാധി അഭ്യാസത്താൽ അത്യന്തം സൂക്ഷ്മബുദ്ധിയാകുകയും ചെയ്യും. അതുപോലെ തന്നെ അതീവ സൂക്ഷ്മമായിട്ടുള്ള ഈ തത്വത്തെ ദർശിക്കാനായിട്ട് അല്ലെങ്കിൽ ആ തത്വത്തെ സാക്ഷാത്കരിക്കാനായിക്കൊണ്ടിട്ട് സൂക്ഷ്മബുദ്ധി ആവശ്യമാണ്. കാരണം അതീവ സൂക്ഷ്മമാണ് ആ തത്വം. അതീവ സൂക്ഷ്മം പരമാത്മതത്വം ന സ്ഥൂല ദൃഷ്ട്യാ പ്രതിപത്തുമർഹതി സമാധിനാത്യന്ത സുസൂക്ഷ്മവൃത്യാ ജ്ഞാതവ്യമാരൈഃ ആര്യൈഃ. ആര്യൈഃ എന്ന് വെച്ചാലോ ശ്രേഷ്ഠരായിട്ടുള്ള ആളുകൾ, കുലീനരായിട്ടുള്ളവർ, അതിശുദ്ധി ബുദ്ധിഭിഹി, ശുദ്ധ ബുദ്ധിയോട് കൂടിയിട്ടുള്ളവർ. സമാധിയിൽ ജ്ഞാതവ്യം, ആ തത്വത്തെ പ്രാപിക്കുന്നു, ആ തത്വത്തെ അറിയുന്നു. യഥാ സുവർണം പുടപാകശോധിതം ത്യക്ത്വാ മലം സ്വാത്മഗുണം സമൃച്ഛതി തദാ മനസ്സത്
സത്വരജസ്തമോമലം ധ്യാനേന സന്ധ്യജ്യ സമേതി തത്വം യഥാ സുവർണം പുടപാകശോധിതം തെക്ത്വാ മലം സ്വാത്മഗുണം സമൃച്ഛതി തദാ മനസ്സത്വരജസ്തമോമലം ധ്യാനേന സന്ധ്യജ്യ സമേതി തത്വം യഥാ സുവർണം. ഈ ഖനിയിൽ നിന്നുമൊക്കെ എടുക്കുന്ന സ്വർണം, അതിൽ മാലിന്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ മാലിന്യങ്ങളെല്ലാം നീക്കി പുടപാകം ചെയ്യണം, അല്ലേ? അത് വളരെയധികം ആ മാലിന്യങ്ങളൊക്കെ നീക്കി കളയുമ്പോൾ വളരെ സുവർണമായിട്ട്, വളരെ ഷൈൻ ചെയ്യും, സ്വർണമായിട്ട് മാറും. അതുപോലെ തന്നെ ധ്യാനത്താൽ മനസ്സിൻ്റെ മാലിന്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് നീങ്ങി തൻ്റെ സ്വരൂപത്തെ അറിയുന്നു. ഖനിയിലെ സ്വർണത്തിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ സ്വർണത്തെ ഒന്നും അവിടെ, അല്ലെ, സ്വർണത്തിനെ അല്ല അവിടെ അവർ ശുദ്ധീകരിക്കുന്നത്, അതിൽ പറ്റിയിരിക്കുന്ന മാലിന്യങ്ങളെയാണ്. അതുപോലെ തന്നെ പരമാത്മതത്വം എല്ലായ്പ്പോഴും നമ്മളിൽ ശോഭിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു, അതുമാത്രമേ ഇവിടെ ശോഭിക്കുന്നുള്ളൂ. പക്ഷേ ഈ മാലിന്യത്തിൻ്റെ കട്ടിയാൽ നമ്മൾ അതിനെ അറിയുന്നില്ല, അല്ലെങ്കിൽ അതിനെ വേറെ എന്തൊക്കെയായിട്ട് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ചില തുണികളിൽ, ചില വസ്ത്രത്തിൽ കറ പിടിച്ചിട്ടുണ്ട് എങ്കിൽ ആ വസ്ത്രം കീറിയാലും ആ കറ പോകില്ല, അല്ലേ? അതുപോലെ ആണ് മനസ്സിലെ മാലിന്യങ്ങൾ. അതിനെയൊക്കെ എങ്ങനെയാണ് നീക്കുക? കർമ്മയോഗത്തിലൂടെ ചിത്തശുദ്ധി, ഉപാസനയിലൂടെ ചിത്ത ഏകാഗ്രത, ഗുരുപസദനം, ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വേണം ഗുരുവിൻ്റെ അടുത്ത് ചെല്ലാൻ. എന്നിട്ടോ അവിടെ നിന്ന് ഗുരു പറയുന്നത് ശ്രവണം മാത്രം ചെയ്താൽ പോരാ, മനനം ചെയ്യണം. പിന്നെയോ നിധിധ്യാസനത്തിലേക്ക്, ആ മനനത്തെ നിധിധ്യാസനത്തിലേക്ക് എത്തിക്കണം. അങ്ങനെ മാലിന്യങ്ങളൊക്കെ നീങ്ങിയാൽ ബ്രഹ്മതത്വം എപ്പോഴും ഉണ്ട്, അതേ ഉള്ളൂ എന്നുള്ള ആ ഒരവസ്ഥ അനുഭവമാകും. ഒന്നുകൂടി ഇത് വായിക്കാം. യഥാ സുവർണം പുടപാകശോധിതം തെക്ത്വാ മലം സ്വാത്മഗുണം സമൃച്ഛതി തദാ മനസ്സത്വരജസ്തമോമലം ധ്യാനേന സന്ധ്യജ്യ സമേതി തത്വം. മനസ്സിൻ്റെ മലം അല്ലെങ്കിൽ മനസ്സിൻ്റെ മാലിന്യം എന്നൊക്കെ ഉള്ളത് ഈ ഗുണങ്ങളാണ്. ഈ ഗുണങ്ങളാൽ പെട്ടിരിക്കുകയാണ് മനസ്സ് സദാസമയവും. സത്വവും പോലും മാലിന്യം ആണ് എന്നാണ് പറയുക, അല്ലേ? പൂന്താനം പറഞ്ഞിട്ടുള്ളതുപോലെ ഒന്ന് ഇരുമ്പ് കൊണ്ടുള്ള ചങ്ങലയാണ് എങ്കിൽ മറ്റൊന്ന് സ്വർണം കൊണ്ടുള്ള ചങ്ങലയാണ്, രണ്ടും ചങ്ങല തന്നെയാണ്. അപ്പോൾ ഈ ഗുണങ്ങളാൽ പെട്ടിരിക്കുന്ന, മാലിന്യങ്ങളാകുന്ന ഈ ഗുണങ്ങളാൽ പെട്ടിരിക്കുന്ന മനസ്സിൽ നിന്ന് ഈ മാലിന്യങ്ങളെ എല്ലാം നീങ്ങി, എങ്ങനെയാണ് നീങ്ങുക? നിരന്തര ധ്യാനത്താലാണ് ആ മാലിന്യങ്ങൾ ഇല്ലാതെയാകുക. അങ്ങനെ ആയിട്ടുണ്ട് എങ്കിൽ ആ ബ്രഹ്മതത്വത്തെ ധ്യാനേന സന്ധ്യജ്യ സമേതി തത്വം, ആ തത്വത്തെ പ്രാപിക്കാനായിട്ട് എപ്പോഴും ഉള്ളതാണ് ആ തത്വം എന്നുള്ള അനുഭവം ഉണ്ടാകുന്നു. ഇനി അടുത്ത ശ്ലോകം 363. നിരന്തരാഭ്യാസ വശാത്തദിത്തം പക്വം മനോ ബ്രഹ്മണി ലീയതേ തദാ സമാധി സവികൽപവർജിതഃ സ്വതോദ്വയാനന്ദരസാനുഭാവകഃ. നിരന്തര അഭ്യാസത്താൽ മനസ്സ് പക്വമായി തീരും. മനസ്സിൻ്റെ പക്വതയൊക്കെ നിരന്തര ധ്യാനാഭ്യാസത്താലാണ് നേടുക. മനസ്സിൻ്റെ പക്വത, പരിശുദ്ധമാകും മനസ്സ്. എന്നിട്ടോ ആ മനസ്സ് ബ്രഹ്മത്തിൽ ലയിക്കും. അങ്ങനെയുള്ള സമാധിയാൽ ആനന്ദരസം അനുഭവിക്കാം. ഐഡിയ എന്താ? ഉത്സാഹത്തോടുകൂടി നിരന്തരം ധ്യാനം അഭ്യസിക്കൂ എന്നുള്ളതാണ്. വിരസമായിട്ടല്ല, ഉത്സാഹത്തോടുകൂടി. നിരന്തര അഭ്യാസ വശാത്തദിത്തം പക്വം മനോ ബ്രഹ്മണി ലീയതേ തഥാ. എപ്പോഴാണോ ഈ മനസ്സ് ബ്രഹ്മത്തിൽ ലീയമാകുന്നത്, തഥാ സമാധി സവികൽപവർജിതഃ, അപ്പോൾ അങ്ങനെയുള്ള സമാധിയിൽ അവിടെ സവികൽപ്പവും ഇല്ലാതെയാകുന്നു. അതായത് സവികൽപ്പ സമാധിയുമല്ല അത്. പിന്നെയോ സ്വതഃ അദ്വയാനന്ദ രസാനുഭാവകഃ. അപ്പോൾ ആ സവികൽപ്പ സമാധിയും അതും പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട് എങ്കിലോ പിന്നെ അദ്വയാനന്ദ രസം അനുഭവിക്കുമാറാകും. ഇത്രയും വരെ എത്തിയിട്ടുണ്ട് എങ്കിൽ. ഓക്കെ,
364. അതിനു മുമ്പ് ഇതൊന്നുകൂടി വായിക്കാം. നിരന്തരഭ്യാസവശാത്തദിത്തം പക്വം മനോബ്രഹ്മണി ലീയത്തെ തദാ തദാ സമാധി സവികൽപവർജിതഃ സ്വതോദ്വയാനന്ദരസാനുഭാവകഃ സമാധിനാനേന സമസ്തവാസനാ ഗ്രന്ഥേർവിനാശോഖില കർമ്മനാശഃ അന്തർബഹിഃ സർവദയേവ സർവദാ സ്വരൂപ വിസ്ഫൂർത്തിരത്യന്ത അത്യന്തദസ്യാദ് സമാധിനാനേന സമസ്തവാസനാ ഗ്രന്ഥേർവിനാശോഖില കർമ്മനാശഃ അന്തർബഹിഃ സർവദയേവ സർവദാ സ്വരൂപ വിസ്ഫൂർത്തിരത്യന്തദസ്യാദ്. അനേന സമാധിന, ഇത്തരത്തിലുള്ള ധ്യാനത്താല് സമസ്ത വാസനകളും നശിക്കും. അവിദ്യാഗ്രന്ഥി, അവിദ്യാകാമം, കർമ്മം, ഇതെല്ലാം നശിക്കുന്നു. കർമ്മനാശം സംഭവിക്കുന്നു. കർമ്മനാശം വരട്ടിക്കളഞ്ഞുടൻ, അങ്ങനെയുള്ള കർമ്മനാശം, അത് വരട്ടിക്കളയുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നശിക്കുന്നു. എന്നിട്ടോ ഇപ്പോഴും അകവും പുറവും നിറഞ്ഞു നിൽക്കുന്ന ആ വസ്തു തന്നെ എവിടെയുള്ളൂ, ആ ഒന്നേ ഉള്ളൂ ഇവിടെ എന്നുള്ള ആ സ്വരൂപ സ്ഫൂർത്തി, അത് പ്രയത്നം വിനാ. അപ്പോൾ നമ്മളുടെ ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാലത്ത് നാം ഈ ലോകത്തെ മാത്രമേ അറിയുന്നുള്ളൂ. ഈശ്വരനുണ്ടെന്ന് പോലും അറിയുന്നില്ല. ഈ ലോകം മാത്രം നമ്മളുടെ മുമ്പിൽ, ഇത് മാത്രം സത്യമായിട്ട് പച്ചയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് കുറച്ചുകൂടിയൊക്കെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ലോകമുണ്ട്, അതിനൊക്കെ അതീതമായിട്ട് ഇവിടെ എന്തോ ഒന്നുണ്ട്, ഒരു ശക്തി, ഏതോ ഒരു ശക്തി എന്ന് കുറച്ചുകൂടി ഉയർന്ന തലമാണത്. അതിലും കുറച്ചുകൂടി ഉയർന്ന തലമാണ് ഈശ്വരൻ. പരമമായിട്ടുള്ള സത്യമാണ്, ആ ഈശ്വരനേ ഉള്ളൂ, ആ സത്യത്തിൽ പ്രകടമാകുന്നതാണ് ഈ ലോകം എന്നൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങിയാൽ കുറച്ചുകൂടി ഉയർന്ന തലമായി. പിന്നീടോ ഈശ്വരൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്യന്ത അജ്ഞാന ദശയിൽ ഈ ലോകം മാത്രമേ ഉള്ളൂ, ഈശ്വരനൊന്നുമില്ല, ഒരു ഈശ്വരനും ഇല്ല. ഈ ലോകമൊക്കെ വെറുതെ അങ്ങോട്ട് സംഭവിച്ചതാണ്. അപ്പോൾ ജ്ഞാനത്താൽ എന്തായി? ഈശ്വരനേ ഉള്ളൂ, വേറൊന്നില്ല എന്നുള്ള അവസ്ഥയായി. സമാധിനാനേന സമസ്തവാസന ഗ്രന്ഥേർവിനാശേഖില കർമ്മനാശഃ അന്തർബഹിഃ സർവദയേവ സർവദാ സ്വരൂപ വിസ്ഫൂർത്തിരയത്നതസ്യാദ്. അയത്നതഃ, പ്രയത്നം വിനാ ആ സ്വരൂപ സ്ഫൂർത്തി സംഭവിക്കുന്നു. ഇനി ഒരെണ്ണോട് നോക്കാം. ശ്രുതേശതഗുണം വിദ്യാത് മനനാദപി നിദിധ്യാസം ലക്ഷഗുണം അനന്തം നിർവികൽപകം. ശ്രുതേശതഗുണം വിദ്യാത് മനനാദപി നിദിധ്യാസം ലക്ഷഗുണം അനന്തം നിർവികൽപകം. വിദ്യാത്, മനസ്സിലാക്കണം. എന്താ മനസ്സിലാക്കേണ്ടത്? ശ്രുതേഹേ ശതഗുണം മനനം. ഈ മനനം എന്നുള്ളത് ശ്രവണത്തിലും 100 മടങ്ങ് ഗുണമാണ് മനനത്തിനുള്ളത്. 1000 മടങ്ങ് ഗുണമാണ് മനനത്തെക്കാളും, 1000 മടങ്ങ് ഗുണമാണ് ധ്യാനത്തിലുള്ളത്. ഇനി അത് നിർവികൽപ്പമായിട്ടുണ്ട് എങ്കിലോ അനന്ത ഗുണമാണ്. അനന്തമായിട്ടുള്ള അനന്ത ധ്യാന ഗുണമാണ് നിർവികൽപ്പത്തിനുള്ളത്. 1000 മടങ്ങ് മനനത്തിൻ്റെ ഗുണമാണ് സമാധിക്കുള്ളത്, സവികൽപ്പ സമാധിക്കുള്ളത്. 100 മടങ്ങ് ശ്രവണത്തിൻ്റെ ഗുണമാണ് മനനത്തിനുള്ളത്. അപ്പോൾ നിർവികൽപ്പ സമാധിയാണ് പരം. പിന്നെ എന്തിനാ ഇപ്പോൾ ഞാൻ ഈ ശ്രവണ മനന നിധിധ്യാസനമൊക്കെ ചെയ്യുന്നത്? നേരെ അങ്ങോട്ട് നിർവികൽപ്പ സമാധിയിലേക്ക് ചെന്നാൽ പോരെ. അപ്പോൾ ശ്രവണം എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ അജ്ഞാനത്തെ നീങ്ങാൻ വേണ്ടിയിട്ടാണ്. അജ്ഞാനം നീങ്ങാതെ എന്തോന്ന് ധ്യാനിക്കാനാണ്? അപ്പോൾ ശ്രവണം അജ്ഞാനത്തെ ഇല്ലാതെയാക്കി, മനനം സർവ്വവിധത്തിലുള്ള സംശയങ്ങളെയും ദൂരീകരിക്കുന്നു. ഇനിയോ മനനം സംശയരഹിതമാക്കുകയാണ് നമ്മെ ചെയ്യുന്നത്. സംശയങ്ങളില്ലാത്ത ആ ജ്ഞാനം ആയിട്ട് തീരുന്നു. ഇനി ധ്യാനം
ഇത്രയൊക്കെ ഉണ്ട് എങ്കിലും ധ്യാനം വിപരീത ഭാവനയെ നീക്കുകയാണ്. നമ്മളുടെ ജന്മജന്മാന്തരങ്ങളായിട്ട് നാം കൊണ്ടുവന്ന തെറ്റായിട്ടുള്ള ധാരണകൾ, ഞാനൊരു സ്ത്രീയാണ്, ഞാനൊരു പുരുഷനാണ്, ഞാൻ അമ്മയാണ്, ഞാൻ അച്ഛനാണ്, ഇങ്ങനെയൊക്കെയുള്ള തെറ്റായിട്ടുള്ള ധാരണകളുണ്ടല്ലോ, അതിനെയൊക്കെ വിപരീത ഭാവം എന്ന് അതിന് പറയുക. അതിനെ നീക്കുകയാണ് ധ്യാനം. ഇത് മുമ്പ് വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇപ്പം സമാധിയാണ് എങ്കിലോ സ്വസ്വരൂപത്തിൽ മുഴുകുകയാണ് സമാധി എന്നുള്ളത്. ഇപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നു ശ്രവണത്തെക്കാൾ 100 മടങ്ങ് ശ്രേഷ്ഠമാണ് മനനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കേണ്ടത്? സംശയമുണ്ട് എങ്കിൽ ആ ജ്ഞാനം ശ്രേഷ്ഠമല്ല. കാരണം സംശയമുണ്ട്. സംശയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജ്ഞാനത്തെ ഉറക്കിക്കളയുന്നതാണ് സംശയം. ജ്ഞാനത്തെ അങ്ങ് മുന്നോട്ട് പോകാനായിട്ട് അനുവദിക്കില്ല. അപ്പോൾ ശ്രവണത്തെക്കാളും 100 മടങ്ങ് ശ്രേഷ്ഠമാണ് ജ്ഞാനം. ഇനിയോ സംശയരഹിതമായിട്ടുള്ള ജ്ഞാനമുണ്ട്, പക്ഷെ വാസനകൾ ധാരാളം ഉണ്ട് എങ്കിലോ? സംശയരഹിതമാണ് ധ്യാനമൊക്കെ, ജ്ഞാനം സംശയരഹിതമാണ്. ഏത് ചോദ്യം എവിടെ നിന്ന് ചോദിച്ചോളൂ, പക്ഷേ ആ പഴയ വാസനകൾ അതുണ്ട് എങ്കിൽ സാധിക്കില്ല. അതുകൊണ്ടാണ് ധ്യാനത്താൽ വിപരീത ഭാവനയും നീങ്ങണം. ഇപ്പം പ്രയത്നം വിനാ സ്വരൂപ അനുസന്ധാനത്തിൽ മുഴുകുന്ന ഒരു യോഗിയാണ് എല്ലാറ്റിനേക്കാളും ശ്രേഷ്ഠം. ശ്രവണം ചെയ്താലേ മനനം നടക്കുകയുള്ളൂ. ഇപ്പോൾ വിവേക ചൂടാമണി കേട്ടതിനാലാണ് നാം ഈ ഗ്രഡേഷൻ മനസ്സിലാക്കുന്നത് തന്നെ. അപ്പം ജ്ഞാനം സംശയരഹിതമായി തീരണം. അതിനായിക്കൊണ്ടിട്ട് മനനം വേണം. വാസനകൾ നശിക്കണമെങ്കിലോ നിധിധ്യാസനം വേണം. സ്വരൂപസ്ഥിതിയാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. പിന്നെയോ അകത്തും പുറത്തും ഒക്കെ ബ്രഹ്മദർശനം, അല്ലെങ്കിൽ അകവും പുറവും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആ തത്വത്തെ ഒരു പ്രയത്നവും കൂടാതെ അനുഭവിക്കുന്നവനാരോ അവനാണ് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളത്. അല്ലാതെ നേരിട്ട് നിർവികൽപ്പ സമാധിയിലേക്ക് പോകാനായിട്ട് ആർക്കും സാധിക്കില്ല. നിർവികൽപ്പ സമാധിയുടെ പേരിൽ ഉറങ്ങും, എന്നിട്ട് സമാധിയാണെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യും. ഓക്കെ, അതാ സംഭവിക്കുക. ഒറ്റയടിക്ക് നിർവികൽപ്പ സമാധിയിലേക്കൊക്കെ പോകാമെന്നൊരു ധാരണയുണ്ട് എങ്കിൽ സാധിക്കുകയില്ല കേട്ടോ. അത് ശ്രുതേശതഗുണം വിദ്യാത് മനനം മനനാദപി നിധിധ്യാസം ലക്ഷഗുണം അനന്തം നിർവികൽപകം. പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. താങ്ക് യു.